under the boughs where the shadows play. The wind hums songs at the break of day, whispering തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ എത്തിയുള്ളൂ. നമ്മള് കോയമ്പത്തൂർ എത്തിയപ്പോൾ തന്നെ നല്ല മഴ പെയ്യാൻ തുടങ്ങി. പാലക്കാട് വിട്ട് കോയമ്പത്തൂർ കയറിയപ്പോൾ തന്നെ നമ്മുടെ ബായി വണ്ടി ഓടിച്ചോണ്ടിരിക്കുക. ബായുടെ ഇരിപ്പുണ്ട്, മോനായി കുറെ കിടപ്പുണ്ട്. ഞാൻ നമുക്ക് ഇനി സേലം വരെ പോവാൻ ഏകദേശം എത്ര മണിക്കൂർ വേണ്ട? 3 മണിക്കൂർ. സേലത്തിന് 3 മണിക്കൂറാണ്. ഒരു 200 കിലോമീറ്റർ 180 കിലോമീറ്റർ പോകാൻ അല്ല മോനെ, 161 കിലോമീറ്റർ സേലം. ഞാൻ പറയാൻ അവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടല്ലേ 3 മണിക്കൂർ. നീ ഇവിടെയൊക്കെ ബസ്സിലൊക്കെ വരാറുള്ളപ്പോ ഇറങ്ങാറുള്ളതാണ് മോനെ? എവിടെ? തമിഴ്നാട് എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബ് അല്ലേ? അല്ലേ മോനെ? തമിഴ്നാട് പൊളിയല്ലേ? വേണ്ട വണ്ടിയൊക്കെ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? പൊളിയാണ്. ഈ വഴി കൂടെ ഓടിക്കണം, നോക്കി ഓടിക്കണം. ഡേഞ്ചറസ് റോഡാ, സിംഗിൾ റോഡാ. മഴ വന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു വൈബാ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി. അല്ല മോനെ, നിനക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞിട്ടുണ്ട്, നീ വണ്ടി അതേന്ന് പറയാൻ. മഴയത്ത് യാത്ര ചെയ്യുന്ന ഒരു വല്ലാത്തൊരു ഫീലാ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്നാ പറഞ്ഞു? വണ്ടി ഓടിക്കുന്നില്ലല്ലോ, നമ്മള് വണ്ടി ഇരിക്കുന്ന ആൾക്കല്ലേ. അതിനോ ഇതൊന്ന് മാറ്റിത്തരാം. തമിഴ്നാട്ടില് ഭയങ്കര മഴയാണ്. ഞങ്ങൾക്ക് വണ്ടി ഓടിച്ചിട്ട് റോഡൊന്നും കാണാൻ പറ്റില്ല. അതുപോലെ കട്ട മഴയാണ്. സേലം എത്താറായി. 53 കിലോമീറ്റർ ഉണ്ട് സേലത്തിന്. റോഡ് കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. പെരുമഴ, പെരുമഴയാണ്. റോഡ് കാണാൻ പറ്റില്ല. എല്ലാവരും സ്ലോ ആയിട്ടാണ് വണ്ടി ഓടിച്ചു പോകുന്നത്. പെരുമഴയാണ് ഇവിടെ, പെരുമഴ. സേലത്ത് പെരുമഴയാണ്. നമ്മുടെ കേരളത്തിൽ മഴ ഉണ്ടെന്ന് അറിയത്തില്ല. നമ്മള് മഴ ആയതുകൊണ്ട് വണ്ടി ഭയങ്കര സ്ലോ ആയിട്ടാണ് വണ്ടി പൊക്കോണ്ടിരിക്കുന്നത്. പെരുമഴ എന്ന് പറഞ്ഞാൽ പെരുമഴ. നമ്മുടെ ടൈമിംഗ് എല്ലാം തെറ്റി. നമുക്ക് ബാംഗ്ലൂർ 10 മണിക്ക് എത്തണ്ടായിരുന്നു. നമുക്ക് ഇനി 10 മണിക്ക് എത്താൻ പറ്റത്തില്ല. അവിടെ തീരുമ്പോൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കേ. വണ്ടി ഓടിക്കാറില്ല. ഇത് ഞങ്ങള് ഓമല്ലൂർ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇറങ്ങാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോവാം. ചായ കുടിച്ചേക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ ഓമല്ലൂരാണ്. ഇവനെ അടിച്ച് തല അടിച്ച് പൊട്ടിക്കണം. ഓമല്ലൂരെന്ന് പറഞ്ഞിട്ട് ഓമല്ലൂർ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വന്നു. 7 മണിയല്ല സമയം. ഏഴായുള്ള കോഫി. നിങ്ങളപ്പോൾ ഒരു കോഫിയൊക്കെ കുടിച്ചു. ഇവിടുന്ന് 200 കിലോമീറ്റർ ബാംഗ്ലൂർ. മോനായി ഒരു കാര്യങ്ങൾ പോലും സമ്മതിക്കത്തില്ല. മോനായി അംഗീകരിച്ചിരുന്നില്ല. ഓമല്ലൂര് ചിലപ്പോൾ ബാംഗ്ലൂർ എന്ന് ഇവൻ പറയും ഇത് അമേരിക്ക എന്ന് പറയും. അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. പുള്ളി പറഞ്ഞത് ഓമല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇത് ഓമല്ലൂരല്ലെന്നാ പുള്ളി പറയുന്നത്. നമ്മളിപ്പം ചോദിച്ച് പറഞ്ഞ് കാണിച്ചു കൊടുക്കും. ആരാ ഇനി നമുക്ക് 200 കിലോമീറ്റർ വണ്ടി ഓടിക്കും. 200 കിലോമീറ്റർ ഓടിച്ചാൽ ബാംഗ്ലൂർ. ഏകദേശം 10:30 സമയമാവും ബാംഗ്ലൂർ വരും. ബാംഗ്ലൂർ എത്തി. വിപിൻ നല്ല ഉറക്കമാണ് ഗായ്സ്. അപ്പം നമ്മുടെ സമയം 10:30 ആയി. നമ്മുടെ ടൈം ഏകദേശം നമ്മൾ പറഞ്ഞ 11:20 സമയം പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ 10:30 ആയപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇനി നമ്മുടെ റൂമിൽ പോകണം. റൂമിൽ പോയി റെസ്റ്റ് എടുക്കണം. കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോയി റെസ്റ്റ് എടുക്കാനുള്ള പരിപാടി. നാളെ ഒന്ന് കറങ്ങാൻ രാവിലെ. വിപിൻ നല്ല ഉറക്കമാണ്. മോനായി പുറകെ ഇരിപ്പുണ്ട്. ഫ്ലോറിലെത്തി. പിള്ളേർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുക. ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്യാൻ വേണ്ടി ഇരിക്കും. ബിരിയാണി
നമ്മൾ ബാംഗ്ലൂരിൽ വരാറുള്ളപ്പോൾ ഈ ഒരു ഹോട്ടലിൽ എപ്പോഴും ഭക്ഷണം കഴിക്കുന്നത്. ചിലപ്പോൾ ഇമ്പീരിയൽ കയറും. ഇതിപ്പം അടിപൊളി ഹോട്ടലാണ് ആണോ, ചീപ്പ് റേറ്റ് ആണ്. വലിയ റേറ്റ് ഒന്നും MG റോഡിൽ തന്നെയാണ്, ബ്രിഗേഡ് റോഡിലാണ്. ഒരു ക്ലാരിറ്റി അതാ അന്ന് ഞാനത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേന് ഭയങ്കര ക്ലിയർ ഉണ്ട്. അവർ പറഞ്ഞ സെറ്റിങ്സ് ഒക്കെ മാറ്റിയിട്ട് പക്ഷെ ക്ലിയർ ആണല്ലോ, പിക്ചർ ക്ലാരിറ്റി ഈ ഒരു ക്ലാരിറ്റി ഉള്ളു. ആർക്കറിയാം. എൻ്റെ സ്വന്തം ബാംഗ്ലൂർ, സ്വന്തം MG-യിലാണ് എനിക്ക് രാത്രി വന്നിരിക്കുന്ന കാര്യം. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ ബ്രിഗേഡ് റോഡിലൂടെ ആ ഫുട്പാത്തിലൂടെ നടക്കുകയാണ്. സൺഡേ ഞായറാഴ്ചകളിൽ ഇതുപോലെ അത് അതിഗംഭീരമായ ഒരു ഭയങ്കര വൈബ് കിട്ടുന്നൊരു ഏരിയയാണ്. നമ്മളിപ്പം ബാംഗ്ലൂരിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂർ എൻ്റെ ഐഫോണിൻ്റെ ക്യാമറ കംപ്ലൈൻറ്റ്, അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല, ഒരു ലുക്കില്ല. വെട്ടക്കുറവല്ലേ, നല്ല ക്ലാരിറ്റി ഉണ്ടെന്ന ഫോണാണ്. അത് പറഞ്ഞാൽ ക്യാമറയ്ക്ക് കുറച്ച് ദിവസം ക്ലാരിറ്റി കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ MG റോഡ് ബ്രിഗേഡ് റോഡിലാണ്, നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസിലാണ്. മോനായി സ്ഥിരം ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് ഇവിടെ തങ്ങലാണ് പതിവ്. 2 ദിവസമൊക്കെ മോനായിക്കും ഭയങ്കര ഇതായിപ്പോള്ള ബ്രിഗേഡ് റോഡ്. എന്നാ കൈകൊണ്ട് കാണിക്കുന്നത്? യു ലൈക്ക് ബ്രിഗേഡ് റോഡ്? ഐ ഓൾസോ ലൈക്ക് ബ്രിഗേഡ് റോഡ്. വൈബാണോ? മോനായി അങ്ങനെ ഞാൻ പിഴപ്പിച്ചു. ഞാനിങ്ങനെ പിഴപ്പിച്ചു ബാംഗ്ലൂർ കൊണ്ടുവന്ന്. അല്ലെങ്കിൽ ബാംഗ്ലൂർ ഒന്ന് പിഴപ്പിച്ചു പോകുന്നു. മുറിയായിരുന്നു അവിടെ 3 പേര് ഇവിടെയാണ് കിടന്നത്. ഞാനും മോനായും പിന്നെ താഴെ കിടപ്പുണ്ടാണ്. മോനായി ഇവിടെ കിടക്കുന്നത്. വാ കിടന്നു. രാവിലെ ഒരു കോഫിയൊക്കെ കുടിക്കാൻ പോവാ. കുടിച്ച് മോനായ വീട്ടിലേക്കാൻ പോവാ. നയമാർക്ക് 2 പേർക്ക് 1300 റൂമാണ്. നയമായുടെ AC, നയമായുടെ 2 പേർക്ക് അടിപൊളിയായിട്ട് നല്ല അറ്റാച്ച്ഡ് ബാത്റൂമും നല്ല എല്ലാം ക്ലീൻ ആൻഡ് നീറ്റാണ്. കിസിക്കുന്ന റൂം, സ്ഥിരം വരാറുള്ള റൂമാണ് കേട്ടോ. മോനായി ബ്രോ ഇവിടെ ഉണ്ട്. ലിഫ്റ്റ് തുറക്കണം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം നമ്മൾ ചായ കുടിക്കാൻ രാവിലെ താഴത്തോട്ട് പോവാ. ബാംഗ്ലൂരിലെ മോർണിംഗ് വൈബ് ഒന്ന് കാണാൻ പോവാണ് ഗൈസ്. അപ്പം നമ്മളെപ്പോഴും സ്ഥിരം താമസിക്കാറുള്ള ഹോട്ടലാണ് മോനായി ബ്രോ. കഴിഞ്ഞ ആഴ്ചയൊക്കെ മോനായി ബ്രോ ഒറ്റയ്ക്കായിരുന്നു ഈ ഹോട്ടലിൽ താമസിച്ച്. സലീമൊക്കെ മേളിൽ കിടപ്പുണ്ട്. നമ്മുടെ സ്വന്തം ബാംഗ്ലൂർ. ഇത് ബ്രിഗേഡ് റോഡ്. ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് വരെ ബ്രിഗേഡ് റോഡാണ്. ഇപ്പം രാവിലെ തിരക്കില്ല, മോനായി ഉണ്ട്. ഇപ്പം രാവിലെ തന്നെ ബലൂണൊക്കെ ആയിട്ട് ആൾക്കാർ നോക്കുക. അങ്ങനെ നമ്മൾ 4 കോഫിയൊക്കെ മേടിച്ചു റൂമിലോട്ട് വീണ്ടും തിരിച്ച്. പക്ഷേ ക്യാമറ മോഡ് മാത്രം മാറി കിടക്കും.